ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട് ചാവക്കാട്. ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ADGP MR അജിത് കുമാർ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൌസബാളയുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി CPI സംസ്ഥാന കൌൺസിൽ അംഗം VS സുനിൽകുമാർ. ADGP RSS നേതാവിനെ കണ്ടു എന്നുള്ളത് വെറും വാർത്തയാണ്, വസ്തുതയല്ല. ഇനി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഗൌരവമായ കാര്യമാണെന്നും തൃശൂരിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച VS സുനിൽകുമാർ പറഞ്ഞു. ഈ ADGP ഇങ്ങനെ സന്ദർശനം നടത്തി എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അതിന് സ്ഥിരീകരണം കൊടുത്തു എന്നുള്ളത് നിങ്ങളുടെ വാർത്തയാണ്. അതിൻ്റെ വസ്തുത എന്താണെന്ന് എനിക്കറിയില്ല. വാർത്തയും വസ്തുതയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ വിശദീകരണം കൊടുത്തു എന്ന് ADGP ഇതുവരെ നമ്മളോട് പറഞ്ഞിട്ടില്ല, പരസ്യമായി പറഞ്ഞിട്ടില്ല. ആ വാർത്തയാണ് ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പോൾ വാർത്ത അനുസരിച്ചാണെങ്കിൽ അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്, വാർത്തയുടെ അടിസ്ഥാനത്തിൽ. അന്തിക്കാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ പൂരം കലക്കാനാണ് MR അജിത് കുമാർ RSS നേതാവിനെ കണ്ടതെന്നാണ് വാർത്തകൾ. അങ്ങനെയെങ്കിൽ പൂരം കലക്കാൻ കൂട്ടുനിന്നതിൽ ഒരു കക്ഷി RSS ആണെന്ന് ഉറപ്പിക്കാം. അതുതന്നെയാണ് താൻ പറഞ്ഞിരുന്നത്. പൂരം കലക്കാൻ ഉദ്ദേശമുണ്ടെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ RSS അത് തടയണമായിരുന്നു. പൂരത്തോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അവർ അത് ചെയ്യുമായിരുന്നു. പൂരം കലക്കിയാൽ ജയിക്കുമെന്നുള്ളത് RSSന്റെ താൽപര്യമായിരുന്നുവെന്നും VS സുനിൽകുമാർ പറഞ്ഞു. ഇപ്പോൾ ഇദ്ദേഹം അവിടെ സന്ദർശനം നടത്തിയത് നിങ്ങൾ പറയുന്നതനുസരിച്ച് പൂരത്തിനെ അലങ്കോലപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ അപ്പോൾ അതിലെ ഒരു കക്ഷി RSS ആണെന്ന് നിങ്ങളിപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. അതുതന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പൂരം കലക്കുന്നതിന് പിന്നിൽ ഒരു കക്ഷി BJP ആണെന്നുള്ളതാണ്, അല്ലെങ്കിൽ RSS ആണെന്നുള്ളതാണ് നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ RSS നേതാക്കന്മാരെ കണ്ടതാണല്ലോ നിങ്ങൾ പറയാറ്. ഈ പൂരം കലക്കാൻ RSS നേതാക്കന്മാരെ പോയി കാണാമെന്ന് പറഞ്ഞാൽ RSS നേതാക്കന്മാർ പൂരം കലക്കുന്നത് മുൻകൂട്ടി അറിഞ്ഞെങ്കിൽ അവർ തടയണ്ടേ? പൂരത്തോട് സ്നേഹമുള്ളവരാണെങ്കിൽ പൂരം കലക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പൂരം കലക്കിയാൽ ജയിക്കുമെന്നുള്ള താല്പര്യം ആരുടെ താല്പര്യമാണ്? അത് RSSന്റെ താല്പര്യമാണ്. തൃശൂർകാരനായ തന്നെ സംബന്ധിച്ചിടത്തോളം ജയിച്ചോ തോറ്റോ എന്നതല്ല പ്രശ്നം, പൂരം ആര് കലക്കി എന്ന് അറിയലാണ് പ്രശ്നം. പൂരം ഞങ്ങൾ തൃശൂർക്കാരുടെ വികാരമാണ്. പൂരം കലക്കാൻ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പുറത്തുവരാനാണ് റിപ്പോർട്ട് പുറത്തുവരണമെന്ന് താൻ പറയുന്നതിന് കാരണമെന്നും സുനിൽകുമാർ പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ തൃശ്ശൂർക്കാരായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം തോറ്റോ ജയിച്ചോ എന്നുള്ളതല്ല പ്രശ്നം, പൂരം ആര് കലക്കിയെന്ന് അറിയലാണ് പ്രശ്നം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ ഒരു വികാരമാണ്. അപ്പോൾ അതിന് പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് പുറത്തു വരാനാണ് റിപ്പോർട്ട് പുറത്തു വരണമെന്ന് ഞാൻ പറയാൻ കാരണം. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? 1 രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആലുകാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ.